ദേശീയപാതയിൽ പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിലെ റോഡിലെ കുഴിയിൽ വീണ സ്കൂട്ടർ യാത്രികന് സാരമായി പരിക്കേറ്റു. ശനിയാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. എറണാകുളം സ്വദേശിയായ ഫൈസലിനാണ് പരിക്കേറ്റത്. തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. കുഴിയിൽ വീണ് സ്കൂട്ടർ മറിഞ്ഞതോടെ ഹാൻഡിൽ തട്ടി നെഞ്ചിന് പരിക്കേറ്റു. ഫൈസലിന്റെ തൊട്ടുപിന്നിൽ വരികയായിരുന്ന സുഹൃത്തും സമീപത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് ഇദ്ദേഹത്തെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് മാറ്റി. ഇപ്പൊ ഈ കുഴിയിൽ വീണിട്ട് ഛേദമുണ്ടായിരിക്കുന്നത് എനിക്കാണ്. അപ്പോൾ എൻ്റെ നെഞ്ചിലെ എല്ല് ഫ്രാക്ചർ ഉണ്ടെന്നാണ് ഇപ്പം ഡോക്ടർ എക്സ്റേ എടുത്തിട്ട് പറഞ്ഞത്. അപ്പോൾ ബസ്സിൽ പോകണ്ട, ഒരു കാറ് പിടിച്ച് പോകുമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു വിട്ടത്. ഇങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവരുതെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ ഈ കുഴികൾ പരിപാടികളൊക്കെ ഒന്ന് മൂടാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയ ഉപകാരമായി. കാരണം നമ്മൾ ഈ റോഡ് ടാക്സും ഈ പരിപാടിയും തേങ്ങാക്കൊലയൊക്കെ കൊടുത്ത് നമ്മൾ പോവുകയല്ലേ. എന്നിട്ട് യുവന്മാരെന്തിനാണ് ഈ റോഡ് മൊത്തം ഇങ്ങനത്തെ പരിപാടി ചെയ്തിട്ടിട്ട് ഇതൊന്നും നോക്കാനായിട്ട് ആരുമില്ലേ. രാവിലെ ഞാൻ അവിടെ നിന്ന് നല്ല റോഡായിരുന്നു, ഏതാണ്ട് ഒരു 50 സ്പീഡിലാണ് ഞാൻ വന്ന് എനിക്ക് കുഴി കണ്ടിട്ട് 1-2 കുഴിയാണെങ്കിലും കുഴപ്പമില്ല, ഇത് നേരെ നിരത്തി ഇങ്ങനെ കുഴികൾ കിടക്കുക. അപ്പോൾ വണ്ടി വീണേ പറ്റൂ. വണ്ടി വീണു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഗ്ലാസ് കയറി എൻ്റെ നെഞ്ചിലിടിച്ചിട്ട് എൻ്റെ എല്ല് ചെറിയൊരു ഫ്രാക്ചറാണ് ഉണ്ടായത്. അപ്പോൾ ഡോക്ടർ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിച്ച് CT സ്കാനൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 8:10 ഉണ്ടായത്. തൃശ്ശൂരിൽ നിന്ന് എറണാകുളം പോകുന്ന വഴി ഈ റോഡ്. ഇപ്പോൾ ഇവിടെ ഒരു താലൂക്ക് ഹോസ്പിറ്റലാണ് പോയത്. വളരെ പരിതാപകരമായിരുന്നു ആ ഹോസ്പിറ്റലും. KSRTC സ്റ്റാൻഡിന് മുൻപിൽ നിരവധി കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. തൊട്ടടുത്തെത്തുമ്പോഴാണ് കുഴികൾ യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ദേശീയപാതയിലെ കുഴികൾ മൂലം നിരവധി യാത്രക്കാർ അപകട ഭീതിയിലാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. കുഴികൾ അടച്ച് അപകടക്കെണി ഒഴിവാക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്.